ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ അവർക്ക് വരുന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവർ ചിന്തിക്കുന്ന കാര്യം എൻ്റെ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ, വളരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലും നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതല്ലാതെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ അതിൽ കാര്യമില്ല. കാരണം നിങ്ങൾ ചിന്തിക്കരുത്, ചെറിയ ചെറിയ തട്ടലും മുട്ടലൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതാണ്. ചെറിയ വാക്തർക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ ഇണക്കും പിണക്കും ഒക്കെ വരും. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല, അൺഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെയാണ് എന്നുള്ളത്. അപ്പം അതിലേക്കുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് എഫേർട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളെ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ആ ബന്ധം വേണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കില്ല. അങ്ങനെയാണ് എല്ലാവരിലും ഉണ്ടാവുക. സോ ഇവിടെയും എഫേർട്ട് രണ്ടുപേരും ഒരേപോലെ എടുക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അവരങ്ങനെയൊന്നും അല്ല, അവരുടെ കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതല്ലാതെ ബാക്കി നിങ്ങളുടെ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സുഖവിവരങ്ങൾ അങ്ങനെയൊന്നും അവർ അന്വേഷിക്കുന്നില്ല, ഭാവി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, അതിന്റെ പ്ലാനിങ്സും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമാണ് എപ്പോഴും എഫേർട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു നിരാശ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ റിലേഷൻഷിപ്പിൽ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ആഴ്ചയിൽ 7 ദിവസമാണെന്നുണ്ടെങ്കിൽ അതിൽ 5 ദിവസം നിങ്ങൾക്ക് വിഷമായിരിക്കും, സങ്കടം ഉണ്ടാവുക. പിന്നെ ഒരു 2 ദിവസം സന്തോഷമുണ്ടെങ്കിൽ ഉണ്ടായി, അത്രയേ ഉള്ളൂ. അതായത് ഒന്ന് സന്തോഷിച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് 1-2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിരാശ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത് ആ ബന്ധത്തിൽ നിങ്ങൾക്ക് നേരെ അറിയാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം സന്തോഷമാണെങ്കിൽ പിറ്റേ ദിവസം സങ്കടമാണ്. അപ്പൊ ആ രീതിയിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിവെഞ്ച് മൈൻഡ് സെറ്റ് ഉള്ളവര്. അതായത് ഇപ്പൊ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു റിവെഞ്ച് മൈൻഡ് സെറ്റ് വെക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പ്രതികാരം വീട്ടണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ കൂടെ ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പറ്റില്ല. അത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക, അവർ മറ്റുള്ള ആളുകളോട് അങ്ങനെ പെരുമാറുന്നതായിരിക്കും. എന്തെങ്കിലും ചെറിയൊരു കാര്യം അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് പറയുകയാണെങ്കിൽ അവര് മറ്റുള്ള ആളുകളോട് അങ്ങനെ കാണിക്കുന്നതാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. മറ്റുള്ള ആളുകളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളോടും അങ്ങനെ തന്നെ കാണിക്കുള്ളൂ. അതായത് നിങ്ങളോടാണ് അവർക്ക് ദേഷ്യം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു റിവെഞ്ചും ഒക്കെ അവർ മനസ്സിൽ വെച്ച് നടക്കും. അതുകൊണ്ട് തന്നെ ഒരു റിവെഞ്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നത് പോലും ഒരു സെക്യൂർ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സന്റെ കൂടെയാണ് നിങ്ങളുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഹെൽത്തി റിലേഷൻഷിപ്പ് ആവില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് കുറച്ച് ആളുകൾ പറയുകയാണ്, നീ കല്യാണം കഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന ആ ഒരാള് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി തീരെ ഓക്കെ അല്ല കേട്ടോ, അത് നല്ലതല്ല, ആളുടെ ക്യാരക്ടർ അത്ര നല്ലതല്ല, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടോക്ക് വരികയാണ്. അത് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ചിന്തിക്കാം, ചിലപ്പോൾ അത് അവർക്ക് വല്ല കുശുംബസൂയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം അവർക്കിടയിൽ എന്നുള്ളത്. അങ്ങനെയല്ലാതെ കുറച്ചധികം ആളുകൾ, 3-4 ആളുകളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കിപ്പോ ഒരാൾക്കൊക്കെ വേണമെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയൊക്കെ വരാം, സ്വാഭാവികമാണ്. പക്ഷെ കുറെ പേർക്ക് അങ്ങനെ ഒരുമിച്ച് വരാനുള്ള സാധ്യതയില്ലല്ലോ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ആ ഒരു ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്, ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുണ്ടാവുക. അപ്പൊ അങ്ങനെ കുറച്ചധികം ആളുകൾ അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നെഗറ്റീവായ രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ്
ഹെൽത്തി റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവരെ കുറിച്ച് ഓവർ പൊസസീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരും അതിന്റെ കുറച്ച് പ്രോബ്ലംസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകണം എന്നുണ്ടായിരിക്കാം, പക്ഷെ ഇവര് നിങ്ങളെ അവരുടെ എന്നുള്ള രീതിയിലേക്ക് മാത്രം നിർത്തിയിരിക്കുകയാണ്. സ്നേഹം കൊണ്ടൊന്നായിരിക്കില്ല, ചിലപ്പോൾ പൊസസീവ്നെസ്സോ സംശയമോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒന്നിലും പോയി പങ്കെടുക്കാനോ ഒന്നിനും പറ്റുണ്ടാവില്ല. അതേസമയം നിങ്ങളെ ആവശ്യമുള്ള ആളുകളും ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ ആവശ്യം ഉണ്ടായിരിക്കും. ഒന്ന് കാണണം എന്നുണ്ടാവും, സംസാരിക്കണം എന്നുണ്ടാവും, നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ അതിനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ വിഷമം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക്. അപ്പൊ ഇവര് കാരണം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരിക്കലും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല, അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ലൈഫ് ഒരിക്കലും നന്നായി പോവില്ല. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും നിങ്ങളിങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും ആ റിലേഷൻഷിപ്പ് നല്ലതല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫിൽ മറ്റുള്ള ആളുകളുടെ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് അവരുടെ അടിമയെ പോലെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചലിക്കാൻ പറ്റാതെ നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്പേസ് വേണം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരിക്കലും അവരുടെ കീഴിലായിട്ട് നിൽക്കാതിരിക്കുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, അർഹിക്കുന്നവരാണ്. സോ ഇങ്ങനൊരു ബന്ധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം എന്താണെന്ന്, സമാധാനം എന്താണെന്ന് അറിയാൻ പറ്റില്ല. സോ ചിന്തിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ കുറെ ഇങ്ങനെ ചിന്തിച്ചെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ചിന്തിച്ച് ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ വരുമ്പോഴത്തേക്കും ഇത് ഒരിക്കലും നല്ല ബന്ധമല്ല എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. സോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു പേഴ്സണൽ ഗൈഡൻസ് ആരെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും എന്നുള്ള രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. സോ അങ്ങനെ ഒരു തേർഡ് പേഴ്സന്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യാതൊരു പേടിയും വേണ്ട, യാതൊരു സംശയവും വേണ്ട. നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് പറയാം. അതിപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ പ്രശ്നം മാത്രം ആവണമെന്നില്ല, റിലേഷൻഷിപ്പിലുള്ള മറ്റു പല കാര്യങ്ങളും ആയിരിക്കാം. സോ എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.